ക്ലാസ് 8 മാത്സ് പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ നമുക്ക് വളരെ ചുരുങ്ങിയ ടൈം കൊണ്ട് ഇതിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ക്ലോസ്ഡ് ഫിഗേഴ്സിനെയാണ് നമ്മൾ പോളിഗൺസ് അല്ലെങ്കിൽ ബഹുഭുജങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് 3 സൈഡ് വേണം അല്ലെ, എങ്ങനെ പൂടിക്കിടക്കാൻ വേണ്ടി 2 സൈഡ് ആണെങ്കിൽ ഇത് ക്ലോസ് ആവുമോ? ഇല്ല. അപ്പോൾ ഈ 3 സൈഡ് ഉള്ളതിനെയാണ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണം എന്ന് വിളിക്കുന്നത്. 4 സൈഡ് ഉള്ളതിനെയാണ് ക്വാഡ്രിലാറ്ററൽ ചതുർഭുജം എന്ന് വിളിക്കുന്നത്. 5 സൈഡ് ആണെങ്കിൽ പെന്റഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം. 6 സൈഡ് ആണെങ്കിൽ ഹെക്സഗൺ അല്ലെങ്കിൽ എന്താണ്, ഷഡ്ഭുജം. ഓക്കെ, ഇത്രയും പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോളിഗന്റെ അകത്തുള്ള എല്ലാ കോണും കൂടെ കൂട്ടിയാൽ എത്രയാണ്, എത്ര വശമാണെങ്കിലും അകത്തുള്ള എല്ലാ കോണുകളും കൂടെ കൂട്ടിയാൽ എത്രയാണ്. ഉദാഹരണത്തിന് 27 വശങ്ങളാണുള്ളത്, അങ്ങനെയെങ്കിൽ അകത്തുള്ള കോണുകളെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണ്. അപ്പോൾ അകത്തെ കോണുകളുടെ തുക കണ്ടുപിടിക്കാൻ n-2 × 180 എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണുള്ളത്. എത്ര വശമാണെന്നുള്ളത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് എത്ര കോണുകളെല്ലാം കൂടെ കൂട്ടിയാൽ എത്രയാണെന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 27 വശമാണെങ്കിൽ 27 - 2 × 180, 27 2 കുറച്ചാൽ 25 × 180 ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ആൻസറായി. എത്ര? 4500. എത്രയാണ്? 4500 ഡിഗ്രി ആണ്. 27 വശങ്ങളുള്ള ഒരു സാധനം അതിൻ്റെ അകത്തുള്ള എല്ലാ കോണൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 4500 ഡിഗ്രി ആണ് എന്നുള്ളത് നമുക്ക് കിട്ടും. ഇനി നമ്മളോട് ഈ ഒരു രീതിയിൽ ചോദ്യം ചോദിക്കടാ, അകത്തുള്ള എല്ലാ കോണുകളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 8100 ആണ്, അങ്ങനെയെങ്കിൽ എത്ര വശമുണ്ട്? അതായത് അകത്തെ കോണുകളുടെ തുക 8100 ആണ്, അകത്തെ കോണുകളുടെ തുക 8100 ആണ്. അങ്ങനെയെങ്കിൽ എത്ര വശമുണ്ട്? അകത്തെ കോണുകളുടെ തുക എങ്ങനെ കാണുക? n-2 × 180. അപ്പോൾ n-2 × 180 എത്ര? 8100. അപ്പോൾ ഇതിന് എത്ര വശമുണ്ട് എന്ന് അറിയണമെങ്കിൽ ആദ്യം ഈ 150 അങ്ങോട്ട് കൊണ്ടുപോവുക, പിന്നെ ഈ -2 അങ്ങോട്ട് കൊണ്ടുപോവുക. അപ്പോൾ n കിട്ടൂലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചിന്തിച്ചാൽ. ഇനി നിങ്ങളെടുത്ത് ചോദിക്കൂ, എന്ത്, ഏതെങ്കിലും ഒരു ബഹുഭുജത്തിൻ്റെ എവിടെ, അതല്ല, അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചോദിക്കും, ഏതെങ്കിലും ഒരു ബഹുഭുജത്തിന്റെ പോളിഗന്റെ അകത്തെ കോണുകളുടെ തുക സമ്മ് 1000 ആവുമോ എന്ന് ചോദിക്കൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അകത്തെ കോണുകളുടെ തുക 1000. അകത്തെ കോണുകളുടെ തുക എങ്ങനെയാ കാണുക? n-2 × 180 അല്ലേ, ഇത് 1000 ആവണം. അപ്പോൾ നിങ്ങൾ ഈ 180 അങ്ങോട്ട് കൊണ്ടുപോവുക, അടുത്ത സ്റ്റെപ്പിൽ -2 അങ്ങോട്ട് കൊണ്ടുപോവുക, അങ്ങനെ n കണ്ടുപിടിക്കുക. n വൃത്തിക്ക് ഒരു നമ്പർ കിട്ടുക എന്ന് വിചാരിക്കുക, 18 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതിന് 18 വശമുള്ളത്. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തു വരുമ്പോൾ n 7.5 എന്ന് കിട്ടുക എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോയിന്റ് ഉള്ള നമ്പർ കിട്ടുക എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? ഇതിന് 7 വശമുണ്ട്. അകത്തെ കോണുകളുടെ തുക 1000 ആണ്, ഇതിന് 7 വശങ്ങളാണുള്ളത്. 7 വശം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടോ 7 സൈഡ്സ്? ഇല്ല. അതിൻ്റെ അർത്ഥം അകത്തെ കോണുകളുടെ തുക 1000 ആവില്ല എന്നാണ്. ആ ഒരു രീതിയിലാണത് ചെക്ക് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഔട്ടർ ആംഗിൾസ്, പുറം കോണിനെ കുറിച്ച് എന്താ നമുക്ക് പറയാൻ പറ്റുക? അകത്തുള്ള കോണുകൾ കൂട്ടിയാൽ എത്രയാണെന്ന് അറിയണമെങ്കിൽ n-2 × 180. പക്ഷേ ഏതൊരു പോളിഗണിനും നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? പുറത്തേക്ക് കോണുകൾ കാണാൻ പറ്റും. എവിടെ സാറേ? ഞങ്ങൾ കാണുന്നില്ലല്ലോ. ഈ ഒരു മൂല വെർട്ടെക്സ് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് നീട്ടി വരച്ചാൽ പുറത്തൊരു കോണുണ്ട് അല്ലേ, ഇവിടെ പുറത്തൊരു കോണുണ്ട്, ഇവിടെ പുറത്തൊരു കോണുണ്ട്, ഇവിടെ പുറത്തൊരു കോണുണ്ട്, ഇവിടെ പുറത്തൊരു കോണുണ്ട് അല്ലേ. ഈ പുറത്തെ കോണുകളുടെ തുക എത്രയായിരിക്കും? പുറത്തെ കോണുകളുടെ തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്, 360 ഡിഗ്രി. അതിന് 3 വശമാണെങ്കിലും 300 വശമാണെങ്കിലും പുറത്തെ കോണുകളുടെ തുക എപ്പോഴും എന്തായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ആൻഡ് മറ്റൊരു കാര്യം ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഒരു ബഹുഭുജത്തിന് 5 വശങ്ങളാണെങ്കിൽ അകത്ത് 5 കോണുകളാണ് ഉണ്ടാകുക, പുറത്തും 5 കോണുകളാണ് ഉണ്ടാകുക. അതായത് എത്ര സൈഡ് ഉണ്ടോ അത്ര തന്നെ ഇന്നർ ആംഗിളും അത്ര തന്നെ ഔട്ടർ ആംഗിളും ആണ് ഉണ്ടാവുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മൂല, ഒരു വെർട്ടെക്സിലെ പുറത്തുള്ള കോണും അകത്തുള്ള കോണും കൂടെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ഇത് ലീനിയർ പെയർ, രേഖീയ ജോഡി ആയിരിക്കൂലേ. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടിയ 180 കിട്ടണ്ടേ? വേണം. അപ്പോൾ അകത്തുള്ള കോൺ 100 ഡിഗ്രി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും പുറത്തുള്ള 80 ആണ്, കാരണം ടോട്ടൽ 180 കിട്ടണം. ആ പോയിന്റും ക്ലിയർ. എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് റെഗുലർ പോളിഗൺസ്. എന്താണ്?
ഒരു ബഹുഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെഗുലർ പോളിഗൺസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ക്ലാസ് ഒക്കെ നമ്മളുടെ സൂപ്പർ ബാച്ചിലുണ്ട്. സൂപ്പർ ബാച്ചിൽ ഇപ്പോൾ ഓൾറെഡി എത്ര സ്റ്റുഡൻസ് ആയി? 10,000-ഓളം സ്റ്റുഡൻസ് ആയി എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ സൂപ്പർ ബാച്ചിനെ കുറിച്ച് ഇനിയും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ജസ്റ്റ് താഴെ കാണുന്ന ഫോം ഒന്ന് ഫില്ല് ചെയ്തിട്ട് സൂപ്പർ ബാച്ചിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബഹുഭുജം എത്ര വശമാണെങ്കിലും പ്രശ്നമില്ല. ഞാനിപ്പോൾ എന്താണ് 6 വശമുള്ളത് വരയ്ക്കുന്നത്. 6 വശമുള്ളതിന് നമ്മൾ എന്താ വിളിക്കുക? ഹെക്സഗൺ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഷഡ്ഭുജം എന്നാണ് വിളിക്കുക. അപ്പോൾ ഒരു പോളിഗൺ ബഹുഭുജത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലാ കോണുകളും തുല്യമാണെങ്കിൽ അതിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജം എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 വശമുള്ളതിൻ്റെ 3 വശവും 3 കോണും തുല്യമാണെങ്കിൽ അതൊരു റെഗുലർ പോളിഗൺ സമബഹുഭുജ. 4 എണ്ണം ആണെങ്കിൽ എല്ലാം തുല്യമാണെങ്കിൽ അതും ഒരു റെഗുലർ പോളിഗൺ ആണ്. ഇങ്ങനെ സൈഡും ആംഗിളും ഈക്വൽ ആയി വരുന്നതിനെ ജനറൽ ആയിട്ട് പറയുന്നതാണ് റെഗുലർ പോളിഗൺ അല്ലെങ്കിൽ സമബഹുഭുജം എന്നുള്ളത്. ശരി, അങ്ങനെയെങ്കിൽ 3 വശമാണുള്ളത്. ഇതിൻ്റെ 3 വശവും 3 ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഇത് വെറും ട്രയാങ്കിൾ അല്ല. എന്താണിത്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയും. 4 വശമുള്ളതിൻ്റെ 4 സൈഡും 4 ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഇത് സ്ക്വയർ എന്ന് പറയും. 5 വശമാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? പെൻഡഗൺ അല്ലെങ്കിൽ പഞ്ചഭുജം എന്നാണ്. പക്ഷെ 5 സൈഡും 5 ആംഗിളും ഈക്വൽ ആണെങ്കിൽ അത് റെഗുലർ പെൻഡഗൺ ആണ്, സമ പഞ്ചഭുജമാണ്. 6 വശവും 6 ആംഗിളും ഈക്വൽ ആണെങ്കിൽ അത് വെറും ഹെക്സഗൺ അല്ല, റെഗുലർ ഹെക്സഗൺ. പഞ്ചഭുജമല്ല, സമ പഞ്ചഭുജം. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ ആംഗിളും ഈക്വൽ ആണ്, എല്ലാ സൈഡും ഈക്വൽ ആണ്. ആൻഡ് ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, പുറത്തുള്ള എല്ലാ കോണുകളും ഓൾസോ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഉദാഹരണത്തിന് അകത്തുള്ള എല്ലാ കോണും ഈക്വൽ ആണല്ലോ. അപ്പോൾ അകത്തുള്ള കോണൊക്കെ 100 ഡിഗ്രി ആണെന്ന് വിചാരിക്കും ഉദാഹരണത്തിന്. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ 180 അല്ലേ? അപ്പോൾ പുറത്തുള്ള ഒക്കെ എന്ത് വരും? 80 വരും. അപ്പോൾ പുറത്തെ കോണുകളും ഈക്വൽ ആണ് എന്നുള്ളത് മക്കൾക്ക് മനസ്സിലാവണം. അങ്ങനെയെങ്കിൽ ഈ ഒരു ചോദ്യം നോക്കി, പുറത്തുള്ള ഒരു കോൺ 20 ഡിഗ്രി ആണെങ്കിൽ അതിന് എത്ര വശങ്ങളുണ്ട് എന്നാണ് ചോദിച്ചത്. അതായത് ഇതിന് എത്ര വശം ഉണ്ട് എന്ന് എനിക്കറിയില്ല. നോക്കി, ഒരു ബഹുഭുജമുണ്ട്, എത്ര വശം ഉണ്ട് എന്ന് അറിയില്ല. ഞാൻ ഒരു ഉദാഹരണം വരയ്ക്കുകയാണ്. റെഗുലർ പോളിഗൺ ആണ്. ഇതിപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വശവും സെയിം ആണെന്ന് തോന്നൂല. ഞാൻ റഫായിട്ട് വരയ്ക്കല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള കോൺ എത്രയാണ്? 20 ഡിഗ്രി. പുറത്തുള്ള കോണ് 20 ഡിഗ്രി ആണ് എന്ന് നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇതിന് എത്ര വശം ഉണ്ട് എന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പുറത്ത് എത്ര കോൺ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. പുറത്തെ കോണുകളുടെ തുക 360. പുറത്തുള്ള എല്ലാ കോണും ഈക്വലാ. ഓരോ കോണും 20 ഡിഗ്രിയാ. അപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്ന് കിട്ടൂലേ? അത് മനസ്സിലായി എങ്ങനെ ആലോചിച്ചാൽ മതി. നിങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കൂടെ ടീച്ചർ 360 രൂപ തന്നു. ഓരോരുത്തർക്കും 20 രൂപയാണ് തരുന്നത്. അപ്പോൾ ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട് എന്നെങ്ങനെയാണ് കാണുക? 360 ഹരിക്കണം 20. അതേപോലെ തന്നെ ഇവിടെയും പുറത്തുള്ള എല്ലാവരെയും കൂടെ കൂട്ടിയാൽ 360, ഓരോരുത്തരും 20. അപ്പോൾ എത്ര ആളുണ്ട്? 360 ഹരിക്കണം 20, 18 പുറം കോണാണുള്ളത്. വിച്ച് മീൻസ് അകത്തും എന്ത് തന്നെയാണ്? 18 പുറം കോണാണെങ്കിൽ ഇതിന് എത്ര വശമുണ്ട്, എത്ര സൈഡും ആണുള്ളത്? 18 സൈഡുകളും ആണ് ഉള്ളത് എന്ന് നമുക്ക് പറയാം. സെറ്റാണല്ലോ. ഇനി നിങ്ങളോട് പറയാണ്, ഇങ്ങനെ തരാതെ ഒരു റെഗുലർ പോളിഗൺ സമബഹുഭുജത്തിൻ്റെ അകത്തുള്ള ഒരു കോൺ എന്താണ്? 150 ഡിഗ്രി ആണ്. അങ്ങനെയെങ്കിൽ ഇതിന് എത്ര വശം ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അകത്ത് 150 ഡിഗ്രി ആണ്, പുറത്ത് 30 ഡിഗ്രി. പുറത്ത് എല്ലാവരും കൂടെ 360 ആണ്. ഓക്കെ, ഓരോരുത്തരും 30 ആണ്. അപ്പോൾ 360 ഹരിക്കണം 30. എത്ര പുറം കോണുണ്ട്? 12. അപ്പോൾ എത്ര വശമുണ്ട്? 12. സെറ്റ് അല്ലേ? ഇനി ഇങ്ങനെയല്ല, നിങ്ങളോട് ചോദിക്കൂ, ഒരു ബഹുഭുജ ഒരു എന്താണ് 12 സൈഡ്സ് ഉള്ള ഒരു ഫിഗറാണ്. ഓക്കെ, ഇതിൻ്റെ അകത്തുള്ള ഓരോ കോണും എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അകത്തെ കോണുകളുടെ തുകയല്ല, അകത്തുള്ള ഓരോ കോണും. അപ്പോൾ 12 സൈഡ് എന്നാണ് പറഞ്ഞത്. ഞാൻ വെറുതെ ഉദാഹരണത്തിന് എന്താണ് 5 സൈഡേ വരയ്ക്കുന്നുള്ളൂ, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൻ്റെ അകത്തെ ഓരോ കോണും കിട്ടണം. അപ്പോൾ അകത്തെ കിട്ടണേ പുറത്ത് കിട്ടിയാൽ മതി. അപ്പോൾ നിങ്ങൾ നോക്ക്, പുറത്തുള്ള എല്ലാ കോണും കൂടെ കൂട്ടിയാൽ 360 ആണ്. പുറത്ത് എത്ര കോണുണ്ട്? 12 എണ്ണം ഉണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തെ ഓരോ ആംഗിളും കിട്ടൂലേ? പുറത്തെ ഓരോ ആംഗിളും കിട്ടിയാൽ അകത്തെ ഓരോ ആംഗിളും കിട്ടൂലേ? മനസ്സിലായില്ല. നിങ്ങളെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കൂടെ ടീച്ചർ 360 രൂപ തരുന്നു. ക്ലാസ്സിൽ 12 ആൾക്കാരാണുള്ളത്.
ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? 360 ഹരിക്കണം 12 എത്ര? 30 രൂപ. അപ്പോൾ ഇവിടെ ഓരോന്നും 30 ഡിഗ്രിയാണ്. അപ്പോൾ പുറത്തുള്ള ഓരോ കോണും 30 ഡിഗ്രി, അകത്തുള്ള ഓരോ കോണും അപ്പോൾ എന്ത് വരും? 150 ഡിഗ്രി. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ ചാപ്റ്ററിൽ നിന്ന് ഒരു റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം എങ്ങനെ വരയ്ക്കും. ഒരു സമഷഡ്ഭുജം എങ്ങനെ വരയ്ക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സൈഡ്സ് ഉള്ള സാധനം റെഗുലർ ഹെക്സഗൺ സമഷഡ്ഭുജം എങ്ങനെ വരയ്ക്കും? ഇത് വരയ്ക്കണമെങ്കിൽ എന്താണ്, ഇതിൻ്റെ സൈഡ്സ് ഒക്കെ നമുക്ക് കിട്ടണ്ടേ? അപ്പോൾ ഓക്കെ, സൈഡ്സ് ഒക്കെ സെയിം ആണ്, അതും ഓല് തന്നിട്ടുണ്ട്. 4 സെൻറ്റിമീറ്റർ ആണ് എന്ത് ഓരോ സൈഡും. അപ്പോൾ ഇതെങ്ങനെ വരയ്ക്കുക? ഇവിടെ ആംഗിൾസ് ഏതൊക്കെ വരിക? നിങ്ങൾ നോക്കി 6 സൈഡാണ്, 6ഉം ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്തെ ഓരോ കോണും എത്ര വരിക? പുറത്തെ ഓരോ കോണും എത്ര വരിക? നിങ്ങൾ പറ. എല്ലാം കൂടെ കൂട്ടിയാൽ 360. 6 ആൾക്കാരാണുള്ളത് അല്ലേ? അപ്പോൾ 360 എല്ലാം കൂടെ കൂട്ടിയാൽ 360 കിട്ടുക. ആൻഡ് 6 പുറം കോണാണുള്ളത്. 360 ഹരിക്കണം 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 ഡിഗ്രിയാണ് പുറത്തുള്ള ഓരോ കോണും വരിക. അപ്പോൾ അകത്തുള്ള ഓരോന്നും എത്ര? 120 ഡിഗ്രി വെച്ചിട്ടാണ് വരിക. അപ്പോൾ ആദ്യം നമ്മൾ 4 സെൻറ്റിമീറ്ററിൻ്റെ ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് എല്ലാ ആംഗിളും 120 വരണം. ഇവിടെ പ്രൊട്രാക്ടർ വെക്കുന്നു, 120 അടയാളപ്പെടുത്തുന്നു, പ്രൊട്രാക്ടർ മാറ്റുന്നു, 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. അപ്പോൾ ഇത് 120 ഡിഗ്രി, ഇത് 4 സെൻറ്റിമീറ്റർ. എഗെയിൻ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുന്നു, 120 അടയാളപ്പെടുത്തുന്നു, 4 സെൻറ്റിമീറ്ററിൽ ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പോൾ ഇത് 120, ഇത് 4. ഇതേ പോണ എന്താ ബാക്കി 3 വശവും കൂടെ നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ എന്തായി? ആൻസറിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി 8 സൈഡുള്ള ഒരു സാധനം നിങ്ങളോട് വരയ്ക്കാൻ പറയുന്നത് ഒക്ടഗൺ, റെഗുലർ ഒക്ടഗൺ ആണ്, അല്ലെങ്കിൽ സമ അഷ്ടഭുജം ആണ് നിങ്ങളോട് വരയ്ക്കാൻ പറയുന്നതെങ്കിൽ എങ്ങനെ വരയ്ക്കുക? എല്ലാ സൈഡും 5 സെൻറ്റിമീറ്റർ ആണോ? അപ്പോൾ സൈഡ് 5 സെൻറ്റിമീറ്റർ ഓക്കെ, ആംഗിൾസ് എത്ര വേണ്ടത്? നിങ്ങൾ ആലോചിക്ക്. പുറത്തുള്ള എല്ലാ കോണും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 360. പുറത്ത് എത്ര ആംഗിൾ ഉണ്ട്? എത്ര സൈഡ് ഉണ്ടോ അത്രയും. സോ 360 ഹരിക്കണം 8. അപ്പോൾ 150 ഹരിക്കണം 4, 90 ഹരിക്കണം 2, 45 ഡിഗ്രി. അതായത് പുറത്തുള്ള ഓരോ കോണും എത്ര ആയിരിക്കും? ഇത് ഉദാഹരണം കാണിക്കുകയാണേ. പുറത്തുള്ള ഓരോ കോണും 45 ഡിഗ്രി, അപ്പോൾ അകത്തുള്ളത് 135 ഡിഗ്രി. സോ ഇവിടെ പ്രൊട്രാക്ടർ വെക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 135 ആകുമ്പോൾ കുത്തിടുന്നത്, ഇത് മാറ്റുന്നത് ഇങ്ങോട്ട് 5 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് 135. അതുപോലെ 8 സൈഡും അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ ആൻസറായി. അപ്പോൾ ഇത്രയും സെറ്റാണ്, ഇത്രയും സിമ്പിളാണ്. ഇതെല്ലാ കുട്ടികൾക്കും മനസ്സിലാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെയോ ശ്രദ്ധ പോയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ച് പോവുക, ഒന്നും കൂടെ കാണുക എന്താ നടന്നതെന്ന്. സോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആൻഡ് അടുത്തത് ഇതിട്ടാൽ ഏത് ചാപ്റ്ററിൻ്റെ ഷോർട്ട് വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ടഫസ്റ്റ് ചാപ്റ്റർ എന്നുള്ളതും ജസ്റ്റ് ഒന്ന് അറിയിക്കുക.